നമസ്കാരം, ഞാൻ റഫ്ന. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സ്കൈ വാരിയേഴ്സ് 2 വ്യോമാഭ്യാസത്തിന്റെ ആദ്യഘട്ടം റോയൽ ബഹ്റൈൻ എയർഫോഴ്സ് നടപ്പിലാക്കി. ബഹ്റൈൻ പ്രതിരോധ സേന യൂണിറ്റുകൾക്ക് നാഷണൽ ഗാർഡ്, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ പങ്കാളിത്തത്തോടെയായിരുന്നു വ്യോമാഭ്യാസം നടന്നത്. ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം പങ്കെടുക്കുന്ന യൂണിറ്റുകളുടെ പോരാട്ട സജ്ജത്വം മെച്ചപ്പെടുത്തുന്നതാണ്. നടപടികൾ വ്യോമ പിന്തുണ, തിരച്ചിലും രക്ഷാപ്രവർത്തനവും വ്യോമഗതാഗതവും മെഡിക്കൽ ഇവാക്വേഷനും ഉൾപ്പെടുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. ഈ പ്രവർത്തനങ്ങൾ സൈനിക കഴിവുകൾ വളർത്തുന്നതിനും പങ്കാളികളുടെ നൈപുണ്യവും ഫീൽഡ് പരിചയവും മെച്ചപ്പെടുത്തുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. കിരീടാവകാശിയും ആയുധസേനയുടെ കമാൻഡറും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്ക് ദേശീയ ഗാർഡിന്റെ 28ാം വാർഷികാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ധനം വകുപ്പ് മന്ത്രിയും ദേശീയ സാമ്പത്തിക മന്ത്രിയുമായ ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ ആശംസകൾ അറിയിച്ചു. മന്ത്രി രാജാവിന്റെ ഭരണകാലത്ത് ദേശീയ ഗാർഡിന്റെ നേട്ടങ്ങൾക്കുള്ള അഭിമാനം പ്രകടിപ്പിച്ചു. ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ സ്ഥാപനത്തിന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ രാജാവിന്റെ പിന്തുണയും മാർഗനിർദ്ദേശവും അടയാളപ്പെടുത്തുകയും അതിലൂടെ ബഹ്റൈനിന്റെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കാനുള്ള കഴിവ് ദേശീയ ഗാർഡിന് ലഭിച്ചതായി പറഞ്ഞു. മന്ത്രി വിവിധ മേഖലകളിൽ ദേശീയ ഗാർഡിന്റെ സംഭാവനകൾ പ്രശംസിക്കുകയും രാജ്യം കൈവരിച്ച പുരോഗതിയും സമ്പത്തും സംരക്ഷിക്കുന്നതിൽ അതിന്റെ പ്രധാന പങ്കിനെ കുറിച്ച് പറയുകയും ചെയ്തു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 2 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ നിലവിലെ കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് PK പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷാജി പുതുക്കുടി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് രക്ഷാധികാരികളായ UK ബാലൻ, KT സലീം, സുധീർ തിരുനിലത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ജനറൽ ബോഡി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. സുധീർ തിരുനിലത്ത് പ്രസിഡന്റായും അരുൺ പ്രകാശ് ജനറൽ സെക്രട്ടറിയായും സുജിത് സോമൻ ട്രഷററായും നേതൃത്വം നൽകുന്ന 2025-26 കാലയളവിലേക്കുള്ള KPF എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും ഷാജി പുതുക്കുടി, അഖിൽ താമരശ്ശേരി, സവിനേഷ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും രമാ സന്തോഷ്, പ്രജിത് ചേവങ്ങാട്, മനീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സുജീഷ് മാടായിയെ അസിസ്റ്റന്റ് ട്രഷററായും തെരഞ്ഞെടുത്തു. നിലവിലെ രക്ഷാധികാരികളായ UK ബാലൻ, KT സലീം എന്നിവരോടൊപ്പം ജമാൽ കുറ്റിക്കാട്ടിൽ എന്നിവരെ രക്ഷാധികാരിയായും ശശി അക്കരാലിനെ നാട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ കോർഡിനേറ്ററായും ഹരീഷ് PK ഇന്റേണൽ ഓഡിറ്ററായും തെരഞ്ഞെടുത്തു. ലേഡീസ് വിംഗ് കൺവീനർ സജന ഷനൂബ് യോഗത്തിൽ നന്ദി പ്രകാശിപ്പിച്ചു. 26ാമത് അറേബ്യൻ ഫുട്ബോൾ കപ്പിൽ മുത്തമിട്ട ബഹ്റൈൻ ടീമിന് OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ജനിച്ച മണ്ണ് പോലെ അന്നം തരുന്ന നാടിന്റെ സുഖദുഃഖങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് പ്രവാസികൾ. ഈ നാടിന്റെ വിജയം സ്വന്തം വിജയം പോലെ ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികൾ. തുടർന്നുള്ള നാളുകളിലും ഈ രാജ്യത്തിലെ പ്രവാസി മലയാളികൾ ഈ രാജ്യത്തെ ഹൃദയത്തോട് ചേർത്തുവെക്കും. ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ ആശംസ അറിയിച്ചു. IYCC ബഹ്റൈൻ വനിതാ വിംഗ് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കേക്ക് മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ഒട്ടേറെ വ്യക്തികൾ പങ്കെടുത്ത മത്സരത്തിൽ ട്രീസ സോണി 1ാം സ്ഥാനത്തിനും അഫ്സാരി നവാസ് 2ാം സ്ഥാനത്തിനും മർവ സക്കീർ, ലജു സന്തോഷ്, മിഷേൽ എന്നിവർ 3ാം സ്ഥാനത്തിനും അർഹരായി. മത്സരത്തിൽ വിജയികളായവരെയും പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികളെയും IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി വനിതാ വിംഗ് ഭാരവാഹികൾ അഭിനന്ദിച്ചു. സംഘടനയുടെ പൊതുപരിപാടിയിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാന വിതരണം നടക്കുന്നതാണ്. IYCC ബഹ്റൈൻ വനിതാ വിംഗ് ഭാരവാഹികളായ മുബീന മൻഷീർ, ബാഹിറ അനസ്, രമ്യ റിനോ എന്നിവർ നേതൃത്വം നൽകി. BMC ന്യൂസിൽ ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ.
Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് സ്വാഗതം. IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിന്റെ തുടർച്ചാർത്ഥം അസ്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ലീനിംഗ് ക്യാമ്പിലെ ചെറിയ ശമ്പളക്കാരായ 500 തൊഴിലാളികൾക്ക് ഉച്ചഭക്ഷണ ബിരിയാണി വിതരണം ചെയ്തു. IYCC ബഹ്റൈൻ ദേശീയ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മുൻ ഭാരവാഹികൾ, ഏരിയ ഭാരവാഹികൾ അടക്കമുള്ളവർ നേതൃത്വം നൽകി. ഈ കാരുണ്യ പദ്ധതിയുമായി സഹകരിച്ച എല്ലാവർക്കും IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂട്ട്, ചാരിറ്റി കൺവീനർ സലീം അബു ത്വാലിബ്, ബിരിയാണി ചലഞ്ച് കൺവീനർ മുഹമ്മദ് ജസീൽ എന്നിവർ നന്ദി അറിയിച്ചു. ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതോടെ ജാഗ്രതയിൽ രാജ്യത്ത് ഇതുവരെ 5 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കേസ് റിപ്പോർട്ട് ചെയ്തവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ചൈനയിലെ വൈറസ് വകഭേദമാണോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതെന്നറിയാൻ പരിശോധന പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMR-ഉം അറിയിച്ചു. ആശങ്ക വേണ്ടെന്നും സാഹചര്യം നിരീക്ഷിക്കുകയാണെന്ന് വ്യക്തമാക്കിയ ആരോഗ്യ മന്ത്രാലയം കേസുകളിൽ അസാധാരണമായ വർധന ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു. ഇന്ത്യയിൽ ഈ വൈറസ് പുതിയതല്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കിയിട്ടുണ്ട്. വായുവിലൂടെയാണ് HMP വൈറസ് പകരുന്നത്. എല്ലാ പ്രായക്കാരിലും വൈറസ് ബാധയുണ്ടാകാം. ആരോഗ്യ മന്ത്രാലയവും ICMR-ഉം NCDC-യും ചൈനയിലെ വൈറസ് വ്യാപാരം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ലോകാരോഗ്യ സംഘടന സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. WHO റിപ്പോർട്ട് ഉടൻ തന്നെ തങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങൾ ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറാണെന്നും JP നദ്ദ പറഞ്ഞു. ആശങ്കപ്പെടേണ്ടതില്ലെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും ഔട്ട്ബ്രേക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു. സംസ്ഥാനം ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച് പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട്. നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. നേപ്പാളിലും ടിബറ്റിലും ഉണ്ടായ ഭൂചലനത്തിൽ 32 മരണം. 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലും അനുഭവപ്പെട്ടു. ബീഹാറിലും കൊൽക്കത്തയിലും പ്രകമ്പനം ഉണ്ടായി. രാവിലെ 6:35-നാണ് ഭൂചലനം ഉണ്ടായത്. നേപ്പാളിലെ ലുംബുച്ചയ്ക്ക് 93 കിലോമീറ്റർ വടക്കു കിഴക്കാണ് പ്രഭവ കേന്ദ്രം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാഠ്മണ്ഡു അടക്കം പ്രധാന നഗരങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. നാശനഷ്ടമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അനുസരിച്ച് രാവിലെ 6:35-നാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. ആദ്യത്തേതിന് തൊട്ടു പിന്നാലെ 2 ഭൂകമ്പങ്ങൾ കൂടി ഈ മേഖലയിൽ ഉണ്ടായതായി NCS ഡാറ്റ വെളിപ്പെടുത്തുന്നു. റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനം രാവിലെ 7:02-ന് 10 കിലോമീറ്റർ ആഴത്തിലും 4.9 തീവ്രത രേഖപ്പെടുത്തിയ മൂന്നാമത്തെ ഭൂചലനം 7:07-ന് 30 കിലോമീറ്റർ ആഴത്തിലും രേഖപ്പെടുത്തി. 2015-ൽ നേപ്പാളിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 9,000-ഓളം ആളുകൾ മരിക്കുകയും 22,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ ദ്വാർ എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് BJP ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദീഖി.
ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളായി പൊരുത്തപ്പെടുന്ന തരത്തിൽ കൊളോണിയൻ ഭരണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുകയും ഇന്ത്യൻ സാംസ്കാരിക വിവിധ സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേരുകൾ പുനർനാമകരണം ചെയ്യുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നു. മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ക്രൂരനാണെന്നും ഇയാളുടെ പേരിലുള്ള റോഡ് APJ അബ്ദുൽ കലാം റോഡ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ത്യ ഗേറ്റിൽ നിന്ന് ജോർജ് അഞ്ചാമന്റെ പ്രതിമ മാറ്റി പകരം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സ്ഥാപിച്ചു. രാജ്പഥിനെ കർത്തവ്യ എന്ന നാമകരണം ചെയ്ത ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധിപ്പിച്ചു. അതുപോലെ ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ ദ്വാർ എന്ന് മാറ്റണമെന്ന് താഴ്മയോട് അഭ്യർത്ഥിക്കുന്നു. കത്തിൽ ജമാൽ സിദ്ദീഖി പറയുന്നു. മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹവും ഇന്ത്യൻ സംസ്കാരത്തോടുള്ള കൂറും വർദ്ധിച്ചതായും കത്തിൽ പറയുന്നുണ്ട്. ഇതുവരെ നടത്തിയ പ്രധാന പേരുമാറ്റങ്ങളെക്കുറിച്ചും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം 4ാം ദിനത്തിലേക്ക്. ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, നാടകം, പരിചമുട്ട്, നാടൻപാട്ട് മത്സരങ്ങൾ ഇന്നും തുടരും. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, പാലക്കാട് ജില്ലകൾ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. 713 പോയിന്റോടെ കണ്ണൂരാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്തുള്ള കോഴിക്കോടിനും തൃശൂരിനും 708 പോയിന്റ് ഉണ്ട്. 702 പോയിന്റോടെ പാലക്കാട് 3ാം സ്ഥാനത്തുമുണ്ട്. നാളെയാണ് കലോത്സവം സമാപിക്കുന്നത്. BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാടാണ് സ്കൂളുകളിൽ 1ാം സ്ഥാനത്ത്. 123 പോയിന്റാണ് സ്കൂളിനുള്ളത്. കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരമാണ് 2ാം സ്ഥാനത്ത്. 93 പോയിന്റാണ് സ്കൂളിനുള്ളത്. ജനുവരി 4 ശനിയാഴ്ച ആരംഭിച്ച കലോത്സവം ജനുവരി 8 ബുധനാഴ്ച വരെയാണ് നടക്കുന്നത്. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാള വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.